നിലമ്പൂരിലെ UDF സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുന്നു. ആര്യാടൻ ഷൗക്കത്തിനെ UDF സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരിക്കുന്നു. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നിരിക്കുന്നു. കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെയും ഒറ്റ പേരിലേക്ക് എത്തി UDF എന്നത് ഉറപ്പിച്ചതാണ്, കോൺഗ്രസ് എന്ന് ഉറപ്പിച്ചതാണ്. ഏറ്റവും ഒടുവിൽ രാജിവെച്ച PV അൻവറിന്റെ സമ്മർദ്ദത്തെയൊക്കെ അതിജീവിച്ചുകൊണ്ട് കോൺഗ്രസ് അവരുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുകയാണ്. ബൽറാം നെടുങ്ങാടി ചേരുന്നു വിശദാംശങ്ങളുമായി. ബൽറാം, ഇപ്പോൾ ഔദ്യോഗിക പ്രഖ്യാപനം വരുന്നു. ഇനി ഒരു പ്രതികരണം നേതാക്കളുടെ ഭാഗത്തു നിന്ന് ചർച്ചകളെ സംബന്ധിച്ചൊക്കെ ഒരു അവസാന വാക്ക്, അല്ലെങ്കിൽ ഈ ചർച്ചകളെ ഒരു റാപ്പപ്പ് ചെയ്യുന്ന തരത്തിലൊരു പ്രതികരണം ഉണ്ടാകുമോ? ഗൂഗിൾ ഒടുവിൽ AICC ഔദ്യോഗികമായി ആര്യാടൻ ഷൗക്കത്തിന്റെ പേര് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട ഉന്നതതലത്തിൽ തന്നെ കൂടിക്കാഴ്ചകളും ചർച്ചകളും നടന്നിരുന്നു. AICC സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ അല്പസമയം മുമ്പ് രാഹുൽ ഗാന്ധി അടക്കമുള്ളവരുമായി ചർച്ച നടത്തി. ഇതിന് തൊട്ടു പിന്നാലെയാണ് ഔദ്യോഗികമായി സ്ഥാനാർത്ഥിയായി ആര്യാടൻ ഷൗക്കത്തിനെ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഔദ്യോഗികമായ ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത്. ഒറ്റ വരി മാത്രമാണ് ഈ ഉത്തരവിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ആര്യാടൻ ഷൗക്കത്തിന്റെ പേര് മാത്രമായിരുന്നു നിലമ്പൂർ മണ്ഡലത്തിലേക്ക് കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നിൽ എത്തിയത്. അത് ചർച്ച ചെയ്ത് അന്തിമമായി അംഗീകരിച്ചുകൊണ്ടാണ് സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്.